ഇന്ത്യയിലിപ്പോൾ അരവിന്ദ് കെജ്രിവാളൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു വലിയ പ്രസ്ഥാനം കൂടി സോഷ്യൽ മീഡിയയിൽ രൂപപ്പെടുകയാണ്. അതിൻ്റെ പേര് EJP എന്നുള്ളതാണ്. നമുക്കറിയാം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന CJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയില്ലെങ്കിലും ഒരു ചെറിയ പ്രസ്ഥാനം ഉണ്ടാവുകയും അത് സോഷ്യൽ മീഡിയയിലെ മീമുകളിലൂടെയൊക്കെ തന്നെ ഇന്ത്യ മുഴുവൻ തരംഗമാവുകയും യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വിധം കേവലം 45 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ യുവശക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരികയും ചെയ്തതൊക്കെ നമുക്കറിയാം. ഇതിന് തൊട്ടു മുമ്പ് ആകെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് കർഷക സമരത്തിൽ മാത്രമാണ്. പക്ഷെ അത് തന്നെ വർഷങ്ങളോളം അവർ സമരം നടത്തിയിട്ടാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ നടത്തിയതിന് ശേഷം യഥാർത്ഥത്തിൽ ഇതൊരു വലിയ വഴിത്തിരിവായിരിക്കുന്നു, നിർണായകമായിട്ടുള്ള വഴിത്തിരിവാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒന്ന്, ഈ യുവജനങ്ങളെയൊക്കെ തന്നെ സ്വന്തം വോട്ട് ബാങ്ക് ആക്കാൻ വേണ്ടി BJPക്ക് കഴിഞ്ഞിരുന്നു. കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും അതുപോലെ ട്വിറ്ററിലൂടെയും ഒക്കെ തന്നെ അവരുടെ ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയവും വിഭാഗീയതയുടെയും വംശീയതയുടെയും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ രാഷ്ട്രീയവുമൊക്കെ പകർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. കൂടാതെ അവർക്കെതിരെ വരുന്ന ശക്തികളെ തന്നെ ദേശവിരുദ്ധ ശക്തികൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണത്തിനുമൊക്കെ തന്നെ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ സമരത്തോടുകൂടി ഇത്തരത്തിൽ തങ്ങളുടെ കൈകളിലിരിക്കുന്ന എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് BJPക്ക് മനസ്സിലായിരിക്കുന്നു. യാതൊരു വിധത്തിലും ഇത്തരത്തിൽ വംശീയമായ വർഗീയമായ മതപരമായിട്ടുള്ള വിഭജനങ്ങളൊന്നും തന്നെ സാധ്യമല്ലെന്നും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ തൊട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളിന്മേൽ ഈ ഇന്ത്യയിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാമെന്നും ആ പ്രക്ഷോഭങ്ങൾ ഉണ്ടായാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയും അതിനെ ബാക്ക് ചെയ്യുന്ന RSSൻ്റെ സംഘടനാ രൂപവും ഒക്കെ തന്നെ തങ്ങളെ സഹായിക്കാൻ മാത്രം പ്രാപ്തിയില്ല എന്നുള്ളതുമൊക്കെ തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇനി അടുത്തൊരു പ്രക്ഷോഭം കൂടി മിക്കവാറും ഉണ്ടായാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അത് E20 പെട്രോളിൻ്റെ പേരിലാണ്. ആ പെട്രോളിൻ്റെ പേരിൽ നടക്കുന്ന 50,000 കോടി രൂപയിൽ അധികം വരുന്ന വലിയ കൊള്ളകളുടെ പേരിലാണ്. അതിൻ്റെ ഭാഗമായി നിതിൻ ഗഡ്കരിക്കും അദ്ദേഹത്തിൻ്റെ മക്കൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ്. അവരുടെ കമ്പനികൾക്ക് ആദ്യം 17 കോടി രൂപയാണ് വരുമാനമുണ്ടായിരുന്നെങ്കിൽ തൊട്ടടുത്ത വർഷങ്ങളിൽ അത് 1600 കോടി രൂപയായി കുതിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇനി BJPക്ക് തലവേദനയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിലേക്ക് നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്. കാരണം ഒരു ഭയം അത് ഗവൺമെൻറ്റിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതാവുകയും BJP എതിർക്കപ്പെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും അങ്ങനെ എതിർത്താൽ ശക്തിയുക്തം കൃത്യമായി എതിർത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പിൻവാങ്ങേണ്ടി വരുമെന്നുമുള്ള ഒരു മെസ്സേജാണ് യഥാർത്ഥത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇത് കൂടാതെ BJP ചെയ്യാൻ പോകുന്ന അടുത്ത മഹാബുദ്ധം എന്ന് പറയുന്നത് സാധാരണ കർഷക സമരത്തിലൊക്കെ BJP ചെയ്തതുപോലെ പല വാഗ്ദാനങ്ങളുമൊക്കെ മുന്നോട്ട് വെക്കുകയും ബില്ലുകളിൽ നിന്നൊക്കെ അവർ പിൻവാങ്ങിയെങ്കിൽ പോലും അതിനനുബന്ധമായി കൊടുത്തിട്ടുള്ള പല ഓഫറുകളും അതുപോലെ അനുരഞ്ജനത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ചില സമ്മതിപ്പിക്കലുകൾ പോലും ആ സമ്മതിച്ച തീരുമാനങ്ങൾ പോലും അവർ നടപ്പിലാക്കിയില്ല. ഇപ്പം ഈ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ കുട്ടികൾക്കെതിരെ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ എടുത്തിട്ടുള്ള കേസുകളൊക്കെ തന്നെ ഞങ്ങൾ ഒഴിവാക്കും എന്നാണ് പറഞ്ഞതെങ്കിൽ പോലും അവരെ ഓരോരുത്തരെയും ഒറ്റക്കൊറ്റക്ക് ഓരോരോ സംസ്ഥാനങ്ങളിൽ നോട്ടമിട്ടുകൊണ്ട് അവരെ വേട്ടയാടാൻ ശ്രമിക്കുകയും തങ്ങൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളെ ചതിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് CJP ഒക്കെ റിയലൈസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചതിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചതെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഞങ്ങൾ വീണ്ടും ഈ ജന്തർ മന്ദറിലേക്ക് പ്രക്ഷോഭവുമായി എത്തും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ല, ഇന്ത്യൻ ഭരണകൂടം തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ചുരുക്കം. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് കാണിച്ച ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത് ഈ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ തീരുമാനിക്കുകയും ഈ പ്രശ്നം വളരെ ഗുരുതരമാണെന്ന് സമ്മതിക്കുകയും ഞാനും ജൻസികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാ വീഡിയോകളും ഒക്കെ ആയിട്ട് വരുന്നതൊക്കെ തന്നെ ഒരു പരിധിവരെ അവർക്കെതിരെയുള്ള രോഷം ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി താൽക്കാലികമായി പ്രയോജനപ്പെട്ടിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷെ അതിനുശേഷം യഥാർത്ഥത്തിൽ ഇതൊക്കെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞൊരു പണിയാണെന്നും ആ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ പണിക്കുമപ്പുറം ഞങ്ങൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുന്നില്ലെന്നും വീണ്ടും ഭരണകൂടത്തിൻ്റെ വേട്ടയാടലുകൾ തുടരാനാണ് തീരുമാനിക്കുന്നതെന്ന് മനസ്സിലായാൽ യഥാർത്ഥത്തിൽ ഇത് തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. 2024 നമുക്കറിയാം
വലിയ തിരിച്ചടിയാണ് എൻ ഡി എക്ക് നേരിട്ടത്, ബി ജെ പിക്ക് നേരിട്ടത്. 303 സീറ്റുകളിൽ ഒറ്റക്ക് ഭരിക്കാനുണ്ടായ ഭൂരിപക്ഷത്തിന് ശേഷം അത് 240 സീറ്റുകളായി, 63 സീറ്റുകൾ കുറഞ്ഞത് നിങ്ങൾ ഒന്നും മറന്നു പോകരുത്. അങ്ങനെ കുറഞ്ഞത് ഏറ്റവും ആദ്യം ഉത്തരേന്ത്യ കൊടുത്തിട്ടുള്ള ഒരു വലിയ അടിയായിരുന്നു ബി ജെ പിക്കെങ്കിൽ അതിന് തൊട്ടു മുമ്പ് നമുക്കറിയാം ഈ ബി ജെ പി അധികാരത്തിലേക്ക് എത്തുമെന്ന് മാത്രമല്ല 400 സീറ്റിലധികം നേടി അധികാരത്തിലേക്ക് എത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഏതാണ്ട് 30 കൊല്ലത്തേക്ക് 40 കൊല്ലത്തേക്ക് ഞങ്ങൾ തന്നെ ഭരിക്കും എന്ന് പറയുന്ന ഒരു നെറേറ്റീവൊക്കെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതൊക്കെ തന്നെ ധ്രുവറാത്തിയെ പോലെ, ആകാശ് ബാനർജിയെ പോലെ, രവീഷ് കുമാറിനെ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ മറ്റു നിരവധി യൂട്യൂബേഴ്സിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ വലിയ പ്രചണ്ഡമായ പ്രചാരണങ്ങളിൽ അകപ്പെട്ട് തകർന്നടിയുന്നതാണ് നമ്മൾ 2024 കണ്ടത്. അതേസമയം 2014 അധികാരത്തിലേക്ക് വരുമ്പോൾ 282 സീറ്റും 2019 അധികാരത്തിലേക്ക് വരുമ്പോൾ അത് 303 സീറ്റും ബി ജെ പിക്ക് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തകർന്നടിയുകയും പിന്നീട് 3-4 സംസ്ഥാനങ്ങളിലെ അധികാരം പിടിക്കലിൽ നിന്ന് ഏതാണ്ട് അത് റീഗെയിൻ ചെയ്തു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. മോദി ബ്രാൻഡ് എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ കാഴ്ചയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ പുതിയ സംഭവവികാസങ്ങളെ നോട്ടിക്കാണാൻ. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് മേൽ പുതച്ച ഒരു ഭയം എന്ന് പറയുന്ന വികാരം അതങ്ങനെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, കീറിയെറിഞ്ഞിരിക്കുന്നു പുതിയ യുവജനത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഇവിടെ ജനങ്ങൾ സംഘടിച്ച് ഒരു അനീതിക്കെതിരെ സമരം ചെയ്യാൻ തീരുമാനിച്ചാൽ തിരുത്തേണ്ടി വരും. അതെത്ര ശക്തനായ ഭരണാധികാരിക്കാണെങ്കിലും ഏത് അർദ്ധ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനാണെങ്കിലും അത് തിരുത്തേണ്ടി വരും എന്ന് പറയുന്ന കാര്യം നമ്മളെ കാണിച്ചു തരിക കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന്മേൽ ഇനി പ്രക്ഷോഭങ്ങൾ തുടർക്കഥയായി മാറിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ E20 എന്ന് പറയുന്ന പെട്രോളിനെതിരെ വരുന്നിട്ടുള്ള ഈ ജനതാ പാർട്ടി എന്ന് പറയുന്ന അടുത്തൊരു പാർട്ടി EJP എന്ന് പറയുന്ന ഒരു പാർട്ടി കൂടി രൂപപ്പെടുകയും വലിയ പ്രക്ഷോഭത്തിന് കാരണമായി തീരുകയും ചെയ്താൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. ഇപ്പം തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഓരോ മണിക്കൂറിലും കൂടുതലായി ഈ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് ആളുകൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ വരുന്നൊരു നെറ്റ്വർക്ക് വേണ്ട, വലിയൊരു സംഘടനാ സംവിധാനം വേണ്ട, പകരം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ആളുകളെ മൊബിലൈസ് ചെയ്യാൻ പറ്റിയാൽ പോലും നിങ്ങളുടെ ഉയർത്തുന്ന കോസ് കൃത്യമാണെങ്കിൽ, നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ജെനുവിനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു രൂപം ഇന്ത്യയിലേക്ക് കൂടി വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇപ്പോൾ പോലും നിങ്ങൾ മറന്നു പോകരുത്, 50 കോടിയോളം വരുന്ന ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഏതാണ്ട് നമ്മുടെ ഏരിയകളിലേക്കൊക്കെ തന്നെ ഇപ്പോൾ പോലും 60%, 57% മാത്രം നെറ്റ്വർക്കിൻ്റെയൊക്കെ പെനട്രേഷനുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടെ നിന്നുള്ള ആളുകൾ മാത്രം സംഘടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഈ ഗ്രാമങ്ങളിൽ തങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള പ്രവർത്തനം കൂടി സാധ്യമാകുന്ന രീതിയിൽ സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ ആദ്യത്തെ വിക്കറ്റ് വീണിരിക്കുന്നു ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത്. ഇനിയും ചിലപ്പോൾ ഗവൺമെൻറ്റിന് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മാത്രമേ 2029 വരെ ഭരിക്കാനാവൂ എന്നൊരവസ്ഥയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറി മറിഞ്ഞിരിക്കുന്നു CJPയുടെ പ്രക്ഷോഭത്തിലൂടെ.